ചിന്നക്കനാൽ വില്ലേജിൽ റവന്യൂ വകുപ്പിന്റെ ഭൂമി കയ്യേറി വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം. ആനയിറങ്കൽ ജലാശയത്തിലേക്കുള്ള റോഡ് അടച്ചുകൊണ്ടാണ് വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ചിന്നക്കനാൽ വില്ലേജിൽ വനം വകുപ്പിന് ഭൂമിയില്ലെന്നാണ് റവന്യൂ വകുപ്പ് അധികൃതർ പറയുന്നത്. ചിന്നക്കനാൽ വില്ലേജിൽ റവന്യൂ വകുപ്പിന്റെ ഭൂമി കയ്യേറി വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. സിമന്റ് പാലത്തിന് സമീപത്ത് ആനയിറങ്കൽ ജലാശയത്തിലേക്കുള്ള റോഡ് അടച്ച ശേഷമാണ് വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. വർഷങ്ങളായി പ്രദേശവാസികൾ ഉപയോഗിച്ചു വന്നിരുന്ന റോഡാണിത്. ഫോറസ്റ്റുകാർ ജനങ്ങളെ നിരന്തരമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നത്തിലേക്കാണ് മാറുന്നത്. സോളാർ പദ്ധതി എന്ന് പറഞ്ഞ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് പോലും ഫോറസ്റ്റുകാർ അത് അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങളുടെ കൃഷിമേഖല നശിപ്പിക്കുവാനായിട്ട് മൃഗങ്ങളെ ഇറക്കി വിട്ട് കൃഷി നശിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഫോറസ്റ്റ് ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. 4 വർഷം മുമ്പേ പദ്ധതി പൂർത്തിയാക്കേണ്ടതായിരുന്നു. ഇതുവരെ ആ പദ്ധതി പൂർത്തിയാക്കാതെ മുതൽ ഫോറസ്റ്റുകാരത് ജനങ്ങളെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള മയിലിനെയും അതുപോലെ തന്നെ ആനയെ ഇറക്കി വിട്ടുകൊണ്ട് ജനങ്ങളുടെ കൃഷിഭൂമി നശിപ്പിക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതിന് ഫോറസ്റ്റിന് അതിരൂക്ഷമായി നേരിടേണ്ടയും വരും. ചിന്നക്കനാൽ വില്ലേജിൽ വനം വകുപ്പിന് ഭൂമിയില്ലെന്നാണ് റവന്യൂ വകുപ്പ് അധികൃതർ പറയുന്നത്. BTRൽ ഉൾപ്പെടെ വനം വകുപ്പിന് ഭൂമിയില്ലാത്ത വില്ലേജാണ് ചിന്നക്കനാൽ. എന്നാൽ വനം വകുപ്പ് കൈവശം വച്ചിരുന്ന ഭൂമിയാണിതെന്നാണ് വനം വകുപ്പ് അധികൃതരുടെ വാദം. മുൻപ് ഇവിടെ സ്ഥാപിച്ചിരുന്ന ബോർഡ് കാട്ടാന നശിപ്പിച്ചതിനാൽ പുതിയ ബോർഡ് സ്ഥാപിച്ചതാണെന്ന് വനം വകുപ്പ് ദേവികുളം റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി. വനം വകുപ്പ് ജണ്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ബോർഡ് സ്ഥാപിച്ചതെന്നും അധികൃതർ പറയുന്നു. 2019 ആനയിറങ്കൽ ജലാശയത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1252 ഹെക്ടറിൽ പുതിയ ദേശീയോദ്യാനം സ്ഥാപിക്കുന്നതിന് വനം വകുപ്പ് പദ്ധതി തയ്യാറാക്കിയിരുന്നു. HNLന്റെ കൈവശമുണ്ടായിരുന്നതും പിന്നീട് പാട്ടക്കാലാവധി അവസാനിച്ചതുമായ ഭൂമി ഉൾപ്പെടെയാണ് ദേശീയോദ്യാനത്തിനായി വനം വകുപ്പ് കണ്ടെത്തിയത്. ബ്ലോക്ക് 7ലെ 83.32 ഹെക്ടർ ഭൂമിയും ബ്ലോക്ക് 8ലെ 281.57 ഹെക്ടർ ഭൂമിയും ഉൾപ്പെടുന്ന സ്ഥലമാണ് HNLന് പാട്ടത്തിന് നൽകിയിരുന്നത്. ഇത് വനം വകുപ്പ് കൈവശം വച്ചിരുന്നതാണെന്നും പാട്ടക്കാലാവധി അവസാനിച്ച മുറയ്ക്ക് തിരികെ ഏറ്റെടുത്തുവെന്നുമാണ് വനം വകുപ്പ് അധികൃതരുടെ വാദം. എന്നാൽ പുതിയ ദേശീയോദ്യാനം കൊണ്ടുവരാനുള്ള പ്രതിഷേധവുമായി നാട്ടുകാരൻ രംഗത്തെത്തി. വനം വകുപ്പിന്റെ നീക്കത്തിനെതിരെ 1000-ലധികം ഒപ്പുകൾ ശേഖരിച്ച് കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകുമെന്ന് ചിന്നക്കനാൽ സിംഗുകണ്ട നിവാസികൾ പറഞ്ഞു. SC/ST കമ്മീഷന്റെ 2 ഉത്തരവുകൾ നിലവിലുണ്ട്. ഈ ഭൂമി ഇത്ര ദിവസം തിരിച്ചു കൊടുക്കണമെന്ന്. അതിന് പ്രധാനമായിട്ട് ഇവിടെ എതിര് നിൽക്കുന്ന വനംവകുപ്പും റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുമാണ്. അവർക്ക് മൊത്തത്തിൽ ചിന്നക്കനാൽ വനമാക്കണം. അതാണ് വനംവകുപ്പിൻ്റെ നടപടി. ആ നടപടിയെ സംബന്ധിച്ച് നിലവിൽ ഹൈക്കോടതി കേസുണ്ട്. ആവശ്യമെന്ന് കണ്ടാൽ പൊതുതാൽപര്യ ഹർജിയായിട്ട് ഞങ്ങൾ ഇപ്പോൾ 1000-ന് മുകളിൽ ആളുകളുടെ ഒപ്പ് ശേഖരിച്ചിട്ടുണ്ട്. ഒരു പൊതുതാൽപര്യ ഹർജിയായിട്ട് ഞങ്ങളും കോടതിയെ സമീപിക്കും. കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ആരെയും വിശ്വസിക്കാൻ മേലാത്ത പരിസ്ഥിതിയുണ്ട്. അവർക്കാർക്കും ജനങ്ങളെ വേണ്ട, വോട്ടിൻ്റെ സമയത്ത് മാത്രം മതി എന്നുള്ള അവസ്ഥയിലായതുകൊണ്ടാണ്. ചിന്നക്കനാലിൽ റവന്യൂ ഭൂമി കയ്യേറി വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി. വനം വകുപ്പ് ഓഫീസ് ഉപരോധമടക്കമുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി. ഞങ്ങൾ ഉടനെ തന്നെ സമരത്തിലോട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സർക്കാർ ഈ ബോർഡ് എടുത്തു മാറ്റി ഇവിടെ പണ്ട് ഉണ്ടായിരുന്നതുപോലെ തന്നെ ഇവിടെയുള്ള ആദിവാസി മേഖലയിൽപ്പെട്ട മുഴുവൻ ജനങ്ങളും ഇതിനകത്ത് പോയി അവർക്കുള്ള തേനും മറ്റുള്ള ആവശ്യങ്ങൾക്ക് അവർ പോയി അവരുടെ സാമ്പത്തിക വരുമാനം കണ്ടെത്താനുള്ള മുഴുവൻ സ്വാതന്ത്ര്യവും കൊടുക്കണം. അല്ലെങ്കിൽ ശക്തമായ പോരാട്ടം യൂത്ത് കോൺഗ്രസിൻ്റെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ശക്തമായ പോരാട്ടം നേരിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം വനം വകുപ്പിൻ്റേതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചിന്നക്കനാൽ വില്ലേജ് അധികൃതർ വനം വകുപ്പിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.